മോർണിംഗ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സംഗതി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവാം. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ സേ, എത്ര പേരെ നിങ്ങൾക്കറിയാം? നിങ്ങളെ എത്ര പേർക്കറിയാം? എത്ര പേർക്ക് നിങ്ങളറിയാം? എത്ര പേരെ നിങ്ങൾക്കറിയാം എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. മനുഷ്യൻ ഇറ്റ്സ് എൻ ഓഷ്യൻ. മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു കടലാണ്. ഹ്യൂമൻ ബീയിങ്സ് ആൻ ഓഷ്യൻ. 5 തരത്തിലുള്ള ആളുകൾ ഈ മനുഷ്യരാകുന്ന കടലിൽ നമുക്ക് കാണാൻ കഴിയും. കടലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചില ആളുകള് ആ കടൽ തീരത്തു കൂടി വെറുതെ ഉലാത്തും, ചിലര് അതില് കുളിച്ചു കയറും. എന്നാൽ ചിലർ അവന്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു ഇടമായി കടലിനെ കാണും. എന്നാൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ ആ കടലിനടിയിലേക്ക് മുങ്ങി താഴ്ന്ന് അതിൽ നിന്ന് മുത്തും പവിഴവും വാരും. ഈ മുത്തും പവിഴവും വാരുന്നവരാണ് സത്യത്തിൽ 21st സെഞ്ചുറിയിലെ വിജയിച്ച വ്യക്തിത്വങ്ങൾ. ഒരു മനുഷ്യൻ വിജയിക്കാൻ ഈ കടലാകുന്ന മനുഷ്യനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ കടല് നമുക്ക് ചുറ്റുമുണ്ട്. ഓഷ്യൻ, ഓപ്പൺനെസ് ടു ഇന്നോവേഷൻ. ഈ കടലിലെ അല്ലെങ്കിൽ മനുഷ്യരാകുന്ന കുലത്തിലെ ഒരു വിഭാഗം ആളുകൾ അവർ പുരോഗമന ചിന്താഗതിക്കാരാണ്, ഇന്റലിജന്റ് ആൻഡ് ഇന്റലക്ച്വൽ ആണ്. എന്നാൽ ചിലര് കോൺഷ്യസ്നെസ്, നേതൃപരമായ പാഠവങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ്. മറ്റു ചിലർ എക്സ്ട്രവേർഷൻ, ഈഗോയിസ്റ്റിക് ആണ്. എന്നാൽ ചിലർ എഗ്രിബിൾനെസ്, സാത്വികരായ മനുഷ്യരാണ്. എന്നാൽ ഏറ്റവും ലാസ്റ്റ് ന്യൂറോട്ടിസ്റ്റിക്, മനുഷ്യനെ എപ്പോഴും ഉപദ്രവിക്കുന്നവരാണ്. ഈ ആളുകളെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ആ ബന്ധങ്ങൾ നിലനിർത്താനും കഴിയും? ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 വാക്കുകളുണ്ട്. ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഞാൻ അംഗീകരിക്കുന്നു, എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നതോടുകൂടി എന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ആക്ച്വലി ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാക്കുകൾ: യു ഡിഡ് എ ഗുഡ് ജോബ്. പരസ്യമായി അഭിനന്ദിക്കുകയും രഹസ്യമായി വിമർശിക്കുകയും ചെയ്യാനുള്ള ശീലം നമ്മളിൽ കാത്തു സൂക്ഷിക്കണം. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വാക്കുകൾ: വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതിന് ശേഷം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നേതാവ്. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്കുകൾ: ഇഫ് യു പ്ലീസ്. കമാൻഡ് ചെയ്യുന്നതിന് പകരം ചെയ്തുകൂടെ. ഇംഗ്ലീഷുകാർ ഒരിക്കലും വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് എന്റെ പേര് എന്നാണ്. മേനു ഗുഡ് നെയിം. വിനയത്തോടു കൂടി സംസാരിക്കുക. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാജിക് വേർഡ്സ്: താങ്ക് യു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ കൃതജ്ഞതയുള്ളവരാവുക. താങ്ക് യു. ആ 2 വാക്കുകൾ ഉപയോഗിക്കുക. ഇംഗ്ലീഷിലെ ഏറ്റവും അപ്രധാനമായ വാക്ക് ഐ. ആ ഐയെ ഇന്നു മുതൽ നമ്മൾ ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് വി, നമ്മൾ. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റില്ല, ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, JCIയുടെ നാഷണൽ അവാർഡ്, പെബിൾ ഹിൽസ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ ട്രെയിനിങ് കോഴ്സ്, കേരള വിഷൻ ചാനലിന്റെ ഏറ്റവും വലിയ പുരസ്കാരം. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Alone I can say, together we can shout. ഒറ്റയ്ക്ക് എനിക്ക് പറയാം, പക്ഷെ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഉറക്കെ പറയാം. Alone I can smile, together we can laugh. ഒറ്റയ്ക്ക് എനിക്ക് പുഞ്ചിരിക്കാം, പക്ഷെ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാം. Alone I can live. ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാം, ഒരാളുടെയും സഹായം വേണ്ട. But together we can celebrate. ഒരുമിച്ചാണെങ്കിൽ നമുക്കതൊരു ആഘോഷമാക്കാം. Getting together is a beginning. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി 3 മാസം മുമ്പ്. അതൊരു തുടക്കമായിരുന്നു. വർക്കിംഗ് ടുഗദർ ഈസ് പ്രോഗ്രസ്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതൊരു യാത്രയാണ് പുരോഗതിയിലേക്കുള്ള. ലിവിംഗ് ടുഗദർ ഈസ് സക്സസ്. ഇങ്ങനെ നമുക്ക് മരിക്കുന്നത് വരെ ഒരുമിച്ച് പോകാം. നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.